വിജയൻ എന്ന പേര് കേട്ടാൽ അതെല്ലാം പിണറായി വിജയനാണെന്ന് ജനങ്ങൾ വിചാരിക്കുമോ എന്ന പേടിയിലാണ് CPM-ഉം അവരുടെ മുഖപത്രമായ ദേശാഭിമാനിയും. അപ്പോൾ കള്ളൻ വിജയൻ എന്ന പേരിൽ ദേശാഭിമാനിയിൽ ഒരു ലേഖനം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതും VS എന്ന നേതാവിനെ വാഴ്ത്തിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ച അതേ പത്രത്തിൽ. ഈ ഒറ്റ കാരണം കൊണ്ടാണ് CPM-ന്റെ സമുന്നത നേതാവായ VS അച്യുതാനന്ദന്റെ 1ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഇന്നലെ ഇറങ്ങേണ്ടിയിരുന്ന ദേശാഭിമാനി സൺഡേ സപ്ലിമെന്റ് വെളിച്ചം കാണാതെ പോയത്. സംഭവം വിവാദമായതോടെ ദേശാഭിമാനി ഒരു സൂത്രം കണ്ടെത്തി. കള്ളൻ വിജയൻ എന്ന ലേഖനം കീറിയെറിഞ്ഞു. ഇന്ന് വാരാന്തപ്പതിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ജൂലൈ 21, അതായത് നാളെയാണ് VS-ന്റെ 1ാം ചരമവാർഷികം. അതിന്റെ ഭാഗമായാണ് VS-നെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുമായി വരാന്തപ്പതിപ്പിറക്കാൻ തീരുമാനിച്ചത്. VS-ന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KB സുധാകരൻ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനമായിരുന്നു സപ്ലിമെന്റിന്റെ 1ാം പേജിൽ. ഏറ്റവും അവസാന പേജിലും ഒരു ലേഖനമുണ്ടായിരുന്നു. അതിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്നും. അതെഴുതിയത് കള്ളൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനായ വിജയനും. രണ്ടും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ എന്നാണ് ദേശാഭിമാനി പത്രാധിപർക്ക് തോന്നിയത്. വിജയൻ എന്ന പേര് കണ്ടപ്പോൾ ദേശാഭിമാനിക്കും ഒരുപക്ഷെ സാക്ഷാൽ പിണറായി വിജയനാണോ എന്ന തോന്നൽ ഉണ്ടായോ എന്നാണ് സംശയം. എന്തായാലും സപ്ലിമെന്റ് ഞായറാഴ്ച ഇറക്കേണ്ടെന്ന് തീരുമാനിച്ചു. VS അനുസ്മരണമുള്ള സപ്ലിമെന്റ് ഇറങ്ങാഞ്ഞതോടെ VS-നെ പാർട്ടി മറന്നു എന്ന രീതിയിൽ സംഭവം വാർത്തയായി. വിവാദമായതോടെ പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് കള്ളൻ വിജയനെ കുറിച്ചുള്ള ലേഖനം ഉണ്ടായിരുന്നില്ല, സപ്ലിമെന്റ് ഇറങ്ങാഞ്ഞതിന് കാരണം സാങ്കേതിക പ്രശ്നമാണ് എന്ന് പ്രതികരിച്ചു. എന്നാൽ രണ്ട് ലേഖനങ്ങളും ഒരുമിച്ച് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് എഡിറ്റോറിയൽ വിഭാഗത്തിലുണ്ടായ തർക്കമാണ് സപ്ലിമെന്റ് ഇറങ്ങാഞ്ഞതിന് യഥാർത്ഥ കാരണം. പക്ഷേ നാടക പ്രവർത്തകനായ വിജയൻ സ്വരാജിന്റെ വാദങ്ങൾ പാടെ തള്ളിക്കളയുകയാണ്. ലേഖനത്തിനായി ദേശാഭിമാനിക്കാർ വിളിച്ചിരുന്നുവെന്നും ആവശ്യപ്പെട്ടത് പ്രകാരം ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തിരുന്നുവെന്നും വിജയൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. ലേഖനം പ്രസിദ്ധീകരിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നാണ് വിജയൻ പറയുന്നത്. ഫ്രണ്ട് പേജിൽ VS അനുസ്മരണവും ലാസ്റ്റ് പേജിൽ കള്ളൻ വിജയൻ ലേഖനവും വന്നാൽ അത് പൊല്ലാപ്പാകുമെന്ന് എഡിറ്റോറിയൽ വിഭാഗത്തിലെ ചിലർ ചൂണ്ടിക്കാട്ടിയതോടെയാണ് വിഷയം ചൂടുപിടിച്ചത്. പിന്നാലെ വിജയന്റെ ലേഖനം ഔട്ട്. ഈ വിവാദം ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു നാടക പ്രവർത്തകന്റെ ലേഖനം ദേശാഭിമാനി പത്രത്തിൽ വായിച്ച് ആരും തെറ്റിദ്ധരിക്കാനിടയില്ല. കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ പിണറായി വിജയനെ ഓർമ്മ വരുമെന്ന് പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ CPM നേതാക്കൾക്ക് തന്നെ തോന്നാൻ എന്താകും കാരണം? ഒന്നും മനസ്സിലാകുന്നില്ല. അവിടെയാണ് ചില ഗൂഢാലോചന ഈ വിവാദത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് പലരും സംശയിച്ചു പോകുന്നത്. ആ ലേഖനം അച്ചടിച്ചു വന്നിരുന്നുവെങ്കിൽ ദേശാഭിമാനി പത്രം വായിക്കുന്നവർ മാത്രമേ ഇക്കാര്യം അറിയുമായിരുന്നുള്ളൂ. ഇതിപ്പോ നാട്ടിലുള്ളവർ മുഴുവൻ ആ വിഷയം അറിഞ്ഞു. കള്ളൻ വിജയനെ പിണറായി വിജയനോട് ചേർത്ത് കെട്ടുന്ന പാർട്ടി പത്രത്തിലെ പത്രാധിപന്മാരുടെ ചിന്ത വരെ ജനങ്ങൾക്ക് മുന്നിലെത്തി. പിണറായിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ചിലർ നടത്തിയ നീക്കമാണോ ഈ വിവാദമെന്നാണ് ഉയരുന്ന ചോദ്യം. കാരണം റെസിഡന്റ് എഡിറ്റർ M സ്വരാജും പിണറായിയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല എന്നാണ് കഴിഞ്ഞ കുറെ നാളായി കേൾക്കുന്നത്. തോൽവി ഉറപ്പായി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തിയതും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ അവഗണിച്ചും സ്വരാജിനെ ഒതുക്കിയെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ പറയുന്നത്. തോൽവിക്ക് പിന്നാലെ സ്വരാജിനെ സംസ്ഥാന സെക്രട്ടറിയാക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ അതൊന്നും പിണറായിക്ക് അത്ര പിടിച്ചിട്ടില്ല. പിണറായിയോടുള്ള കലിപ്പ് തീർക്കാൻ സ്വരാജ് ഉണ്ടാക്കിയ വിവാദമാണോ കള്ളൻ വിജയൻ ലേഖനത്തിലൂടെ കണ്ടതെന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്.